മോഹൻലാലുമായിട്ടുള്ള താങ്കളുടെ സൗഹൃദം ബന്ധം എങ്ങനെയാണ്? വളരെ നല്ല ഒരു സഹോദരനോടുള്ള ബന്ധമാണ്. പലപ്പോഴും ചില സമയത്ത് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. നല്ല ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും പറയുകയും നോളജ് പകർന്നു കൊടുക്കുകയും അതുപോലെ നല്ല അഡ്വൈസും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റുന്ന നല്ല സുഹൃത്തുക്കളാണ് ചില സമയത്ത്. പക്ഷെ ഞാൻ അദ്ദേഹത്തെ കാണുന്ന എൻ്റെ ഒരു ബ്രദറിനെ പോലുള്ള അത് മമ്മൂട്ടിയോട് കുടുംബവുമായിട്ടും താങ്കളുടെ നല്ല ബന്ധമാണ്. നിലയിൽ വളരെ അടുത്ത് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് മമ്മൂട്ടിയും മോഹൻലാലും. ഈ നടന്മാരെന്ന നിലയിൽ താങ്കൾ ഇവരെ രണ്ടുപേരെയും കൂടെ തുലനം ചെയ്താൽ ആർക്കായിരിക്കും അഭിനയത്തിന്റെ കാര്യത്തിൽ തികവ്? ഒരു ആക്ടർ എന്നുള്ള നിലയിൽ മമ്മൂട്ടി പല ലിമിറ്റേഷൻസും ഉണ്ട്, ഇല്ലെന്നുള്ള കാര്യം. മോഹൻലാലാണ് എനിക്ക് കണ്ട അത് അദ്ദേഹത്തിൻ്റെ എൻ്റെ വ്യക്തിപരമായ ബന്ധങ്ങൾ പറഞ്ഞല്ല, EPI കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നടൻ ആക്ടർ എന്ന് പറയുന്നത് മോഹൻലാലാണ്. ഒരു സംഗീതം മോഹൻലാലിന്റെ കൺപീലികളും നഖത്തിന്റെ അറ്റം പോലും അഭിനയിക്കും. നിർജീവമായ നഖത്തിന്റെ അഗ്രഹങ്ങൾ പോലും അഭിനയിക്കുന്നു, കാണാൻ നോക്കുകയും പലപ്പോഴും. ഇതിന് സിനിമയിൽ അതുപോലെ നടന്നുണ്ടോ? നമുക്ക് നല്ല സുന്ദരനാണ്. ഇപ്പൊ പഴശ്ശിരാജയൊക്കെ നമുക്ക് തന്നെ അഭിനയിക്കാൻ വേറെ അഭിനയിക്കാൻ പറ്റില്ല. നമുക്കൊക്കെ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. പഴശ്ശിരാജ, വടക്കൻ വീരകഥ, ഇങ്ങനെ ന്യൂഡൽഹി, ഇതൊക്കെ നമുക്കൊക്കെ മാത്രം ചെയ്യാൻ പറ്റും. അത് മലയാളത്തിന്റെ അഭിമാനമായി മമ്മൂട്ടി. പക്ഷേ ഒരു ഏത് ലെവലിലേക്കും വരികയും ഉയരുകയും ചെയ്യുന്ന, ഉയരുകയും താഴുകയും ചെയ്യുന്ന അഭിനയത്തിന്റെ ഒരു റേഞ്ച് മോഹൻലാലിന്റെ ബിസിനസ്സിലൊന്നും അദ്ദേഹം സക്സസ് ആണെന്ന് വിശ്വസിക്കുന്നില്ല. അതിനൊന്നും പുള്ളി ഉള്ളതില്ല. യഥാർത്ഥ കലാകാരൻ ഓരോ സെൽഫിലും അഭിനയം നിറഞ്ഞു കൊടുക്കുന്ന ഒരു നടനാണ് മോഹൻലാൽ. ഈ മോഹൻലാലിനെ പോലെ താങ്കളുടെ മനസ്സിനെ അഭിനയം കൊണ്ട് ആകർഷിച്ചിട്ടുള്ള നടിമാർ ആരാണ്? വളരെ കുറച്ച് സമയം സിനിമയിൽ നിന്നുണ്ടെങ്കിലും ഒരു മഞ്ജു വാര്യർ അഭിനയത്തിൽ ഒരു പ്രത്യേക സിദ്ധിയുള്ള കുട്ടിയാണ് മഞ്ജു വാര്യർ. ആ മഞ്ജു വാര്യർ അഭിനയത്തിന്റെ കാര്യം